അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ അറിയാത്ത അറിവുകൾ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ധാരാളം അറിവുകൾ ഈ മഹത്തായ സംരംഭത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം ജീവിതത്തിൽ പകർത്താൻ റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് നിസ്കാരത്തിൽ ജമാഅത്തായൊക്കെ നാം പള്ളിയിലൊക്കെ പോയി നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തിരിക്കുന്ന ചില ആളുകൾ തഹിയ്യാത്തിലൊക്കെ ഇരിക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ നമ്മൾ ചൂണ്ടവിരൽ ഉയർത്താറുണ്ട്. ആ സമയത്ത് കയ്യിലെ ചൂണ്ടവിരൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകളെ നാം കാണാറുണ്ട്. അതെന്താണ് അത് ആട്ടിക്കൊണ്ടിരിക്കണം? അങ്ങനെ ഹദീസിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്താൻ വേണ്ടി ഒരു വിരലിങ്ങനെ ഉയർത്തണമെങ്കിൽ ചരിപ്പിക്കുമല്ലോ, അതാണ് ആ ചരിപ്പിക്കൽ എന്ന് ഹദീസിൻ്റെ വിശദീകരിച്ച് മഹത്തുക്കൾ പറഞ്ഞത് കാണാം. നിസ്കാരത്തിൽ അങ്ങനെ കൈവിരൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് ആ നിസ്കാരം ബാത്തിലാകാൻ കാരണമാണെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിസ്കാരത്തിൽ ഇങ്ങനെ കൈവിരലിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കൽ അത് കറാഹത്തായിട്ടാണ് തുഫ പോലുള്ള ഏറ്റവും ആധികാരിക ഗ്രന്ഥം നമ്മെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിസ്കാരത്തിൽ ഇങ്ങനെ കൈ വിരൽ നേരെ, നമ്മൾ ഇന്നാൾ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു, നേരെ കിബിലയിലേക്കാക്കി, തള്ളവിരൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും കിബിലയിലേക്കാക്കിയിട്ട് നേരെയാണ് നാം വെക്കാറ്. ആ ചെറുവിരൽ ഇങ്ങനെ ആട്ടുമ്പോൾ അതിലൊരുപാട് പ്രയാസങ്ങൾ വരാറുണ്ട്. അതിലൊന്നാമതായി ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ നിസ്കാരം, അടുത്തിരിക്കുന്നവരുടെ ശ്രദ്ധ അതിലേക്ക് തിരിയുകയും അവരുടെ നിസ്കാരത്തിൽ ശ്രദ്ധ മാറിപ്പോവുകയും ചെയ്താൽ അത് ഹറാമായിട്ട് അവരുടെ നിസ്കാരങ്ങൾ തന്നെ അശ്രദ്ധയിലാഴ്ത്തുന്ന ഒരു പ്രവർത്തനമായിട്ട് ഇത് മാറുകയാണ്. പലപ്പോഴും പല പള്ളികളിൽ കൂടുതലും ഇത് ചെയ്യുന്നത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ബിദ്അത്തുകാരാണ്. അതുകൊണ്ട് സുന്നികളായ യഥാർത്ഥ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഒരു കോമാളിത്തരമല്ല. നിസ്കാരം എന്ന് പറയുന്നത് റബ്ബിന് വേണ്ടിയുള്ള ഇബാദത്താണ്. അതിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല. അച്ചടക്കത്തോടെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് സർവ്വസമയത്തും നോക്കുകയും അതോടൊപ്പം തന്നെ നിസ്കാരത്തിൻ്റെ ഏറ്റവും മഹത്തായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം തഹിയ്യാത്തിൽ ഓതുമ്പോഴാണ് ഈ വിരലുയർത്തുന്നത്. അപ്പോൾ ആ വിരലിലേക്ക് നോക്കിയിരിക്കുക. പിന്നെ ആ വിരലിങ്ങനെ ആട്ടേണ്ടതില്ല എന്നുള്ളതാണ് ഇന്നത്തെ അറിയാത്ത അറിവുകളിൽ നിന്ന്. അത് അറിയാത്തത് തന്നെയാണ്, അറിയുന്നതല്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന ആളുകൾ നമ്മളെ നമസ്കാരം തന്നെ ഫുഖഹാക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞത് അത് കറാഹത്താണെന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല ആ നിസ്കാരത്തിൽ അവനക്കെന്താണ് ഖുശൂ നഷ്ടപ്പെടാനത് കാരണമാണ്. അവൻ്റെ വിരലിങ്ങനെ ആട്ടുമ്പോൾ നിസ്കാരത്തിൽ ഖുശൂ, ആ ഒരു ഭയഭക്തി നഷ്ടപ്പെടാനത് കാരണമാണ്. അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ ഒന്നുകിൽ ആലിമീങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി, എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് നാം ചെയ്യുന്ന രീതി മാറ്റി ഈ രീതിയിൽ നിസ്കാരങ്ങളെ അച്ചടക്കത്തോടുകൂടി ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.